പഠനത്തിനും ജോലിക്കുമായി കേരളം വിട്ടതോടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചതെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റ കസ്തൂരി അനിരുദ്ധൻ. വർഷങ്ങളായി വിശ്വാസിയാണ്. ശബരിമല പ്രക്ഷോഭത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും കസ്തൂരി അനിരുദ്ധൻ 24-നോട് പറഞ്ഞു. CPIM നേതാവായിരുന്ന അനിരുദ്ധന്റെ മകനും മുൻ MP A സമ്പത്തിന്റെ സഹോദരനുമാണ് കസ്തൂരി അനിരുദ്ധൻ. CPIM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അനിരുദ്ധൻ. അദ്ദേഹത്തിൻ്റെ മകൻ A സമ്പത്തും രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും സുപരിചിതനാണ്, ഭരണരംഗത്തും. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനിയൻ കസ്തൂരി അനിരുദ്ധൻ, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അദ്ദേഹം ചേരുന്നുണ്ട്. എന്തായാലും താങ്കൾ പഠനകാലത്ത് SFIയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏത് ഘട്ടത്തിലായിരുന്നു ഈ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിട്ട് ഒരു ഹൈന്ദവ സംഘടനകളുമായുള്ള സജീവ സഹകരണത്തിലേക്ക് എത്തുന്നത്? ഇതിനകത്ത് നമ്മൾ ഈ ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചതും ഒന്ന്, അച്ഛൻ ഒരു പ്രചോദനമായിരുന്നു. അച്ഛൻ നിർബന്ധിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന്. പക്ഷേ അച്ഛൻ്റെ അടുത്ത് നമുക്കൊരു അതിയായ ഒരു ആരാധന, ശരിക്കും പറഞ്ഞാൽ അച്ഛനെ ഒരു കിട്ടാത്ത വസ്തുവായിരുന്നു. വളരെ ലേറ്റായി അന്നത്തെ തിരുവനന്തപുരം പട്ടണമല്ല, തിരുവനന്തപുരം നഗരം മുഴുക്കെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട് തിരിച്ചെത്തുന്ന അച്ഛൻ പാതിരാത്രി വരുന്നു. വെളുപ്പാങ്കാലത്തെ ആകുമ്പോഴാണ് അച്ഛനെ കാണുന്നത്. പക്ഷേ എന്നാലും ഇദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് തന്നിരുന്ന ട്രെയിനിങ് എന്ന് പറയണത് എങ്ങനെ മനുഷ്യരുടെ അടുത്ത് പെരുമാറണം, പാവങ്ങളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഒരുത്തൻ ഒരു സഹായവുമായി വന്നാൽ അവന് നമ്മളെങ്ങനെ ആശ്രയം കൊടുക്കണം, എങ്ങനെ സഹായിക്കണം, ഇതൊക്കെ നമ്മുടെ ബാല്യകാലത്ത് തന്നെ മനസ്സിലുണ്ടാക്കിയെടുത്ത, അതിനകത്ത് കമ്മ്യൂണിസവും വിപ്ലവമൊന്നുമല്ല. പക്ഷേ ഈ ഒരു ഘടകം വളരെ സ്ട്രോങ്ങായി അത് കുഞ്ഞു മനസ്സിൽ തന്നെ അത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സ്വാഭാവികമായും SFIയിൽ പ്രവർത്തിക്കുന്നു. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയം ഒത്തിരി ആവേശം കൂടുതലാണല്ലോ ആ സമയത്ത്. അടിയന്തരാവസ്ഥ കഴിയുന്നു, അത് കഴിഞ്ഞ് സംഘടനാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ വരുന്നു. അപ്പം ഗവൺമെൻറ് മോഡൽ സ്കൂളിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത്. ഒരു പ്രൈവറ്റ് സ്കൂളിലും അച്ഛൻ ചേർത്തില്ല. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ആർട്സ് കോളേജ്, അത് കഴിഞ്ഞ് പഠിക്കുന്നത് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ദെൻ IIT ബോംബെ. ഇതാണ് എൻ്റെ ടോട്ടൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് അന്ന് അച്ഛൻ അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു രീതിയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പഠിത്തമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി എന്ന് പറയും. ഞങ്ങൾക്ക് തോന്നി അത് ശരിയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ ചേട്ടനും ഞാനും എങ്ങനെയോ സ്വാഭാവികമായി ഞങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് അത് പ്രവർത്തിച്ചു. വളരെ നല്ല കാര്യങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയ വർഷം അവിടെ നടത്തിയ ആൻറ്റി റാഗിങ് പ്രവർത്തനം. അപ്പോൾ അന്ന് SFI ആണ് ആൻറ്റി റാഗിങ് പ്രവർത്തനം നടത്തുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് പല കോളേജിലും SFI നേതാക്കന്മാർ റാഗിങ് നടത്തുന്നതാണ്. അതുപോലെ തന്നെ മദ്യപാനം, കഞ്ചാവ് കച്ചവടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ കോളേജിലുണ്ടായിരുന്നു അതിന് മുമ്പ്. അവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ റെയ്ഡ് നടത്തി പിടിച്ചതുപോലെ ആ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവും മദ്യവും പിടിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ് അവിടെ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾക്കെതിരായിട്ടുള്ളൊരു ഫൈറ്റായിരുന്നു അന്ന് പ്രധാനമായിട്ട് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, ആ കോളേജിൻ്റെ ഒരു ഫംഗ്ഷനിൽ, അവിടുത്തെ കോളേജ് ഡേയോ ഇങ്ങനെയുള്ള സമയത്താണ് സാധാരണ ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നത്. ഒരൊറ്റ വ്യക്തി പോലും മദ്യവെച്ചുകൊണ്ട് ആ പരിപാടിക്ക് വന്നിട്ടില്ല. ഒരു SFI ഘട്ടത്തിൽ നിന്ന് നേരെ DYFIയിലേക്കാണ് സാധാരണ ഒരു പൊതുപ്രവർത്തകൻ പോകാറ്. അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടായോ? അത് അതിന് മുമ്പ് തന്നെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു മാറ്റം ഉണ്ടായോ? അങ്ങനെയല്ല. ഞാൻ വിദ്യാർത്ഥി രംഗം വിട്ട് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വലിയ സംഘടനാ പ്രവർത്തനം നടത്തിയില്ല. അപ്പോൾ അന്ന് അച്ഛൻ സജീവ രാഷ്ട്രീയത്തിലുണ്ട്, പക്ഷേ എൻജിനീയറായി. അപ്പോൾ എൻജിനീയറായി കഴിഞ്ഞപ്പോൾ അടുത്ത് എൻ്റെ ലക്ഷ്യം എന്ന് പറയണത്, സാധാരണഗതിയിൽ ഇന്നത്തെ രീതിയിലാണെങ്കിൽ അച്ഛൻ്റെ കെയർ ഓഫിൽ ഒരു സർക്കാർ ജോലി സംഘടിപ്പിക്കുക. അപ്പോൾ അച്ഛൻ അന്നേ പറഞ്ഞിരുന്നു, എൻ്റെ മക്കൾക്ക് അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സർക്കാർ ജോലി വേണ്ട, നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ ജീവിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പണ്ടേ ഉള്ള, ഞാനൊരു ആർട്ടിസ്റ്റാണ് കൊച്ചിലെ മുതലേ തന്നെ. സ്കൾപ്റ്റിംഗ് ചെയ്യുന്ന ആളായിരുന്നു. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ നാഷണൽ ലെവൽ വരെ പോയി പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കൊരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റിയാണ്. ഇതുപോലെ ചേട്ടനെ ഞാൻ രണ്ട് വ്യത്യസ്തമാണ്. അദ്ദേഹം ലിറ്റററി ആണെങ്കിൽ ഞാൻ ഇതിലാണ്, പ്ലാസ്റ്റിക് ആർട്സ് എന്ന് പറയുന്ന പെയിൻറ്റിങ് അങ്ങനെയുള്ള ഇതിലാണ്.
അപ്പോൾ ഇതും ക്രിയേറ്റിവിറ്റിയും എൻ്റെ എൻജിനീയറിങ് സ്കില്ലും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ യാതൊരു പരിചയവുമില്ലാതെ ഇന്ന് നടക്കുന്ന അതേ അബദ്ധം, അതായത് ഇന്നത്തെ ഈ സ്റ്റാർട്ടപ്പ്, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിൽ 95% നമ്മൾ പറയുന്ന 8 നിലയിൽ പൊട്ടും. കാരണം ഇതിനെക്കുറിച്ച് യാതൊരു പരിചയമില്ല, ഇതെവിടെ വിൽക്കണമെന്നറിയില്ല, ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ടെക്നിക്സ് അറിയില്ല. നമുക്കറിയാവുന്നത് 2 സാധനം ഉണ്ടാക്കാൻ അറിയാം. ഇത് വെച്ച് മാസ് പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ ഈ സാധനം അവിടെ ഇരിപ്പായി, വിറ്റുതീരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന, ഞങ്ങൾ 3 പേരാണ്, 3 എഞ്ചിനീയേഴ്സാണ് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം എന്ന് പറയുന്നത് കേരള ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഇവിടെ തിരുവനന്തപുരത്തുള്ള സ്ഥാപനമാണ്. അപ്പോൾ വളരെ കുറച്ചാണ് അവരുടെ പ്രൊഡക്ഷൻ. അവർക്കവിടെ ആകെ ഉണ്ടാക്കുന്നത് മാസത്തിൽ 100-200 ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളാണ്, ചില ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിലായിരുന്നു പൂർണ്ണ ശ്രദ്ധ. അപ്പോൾ മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നടക്കില്ല, ഇത് ഇന്നത്തെ സ്റ്റാർട്ടപ്പ് പോലെ തന്നെ അതും ഏകദേശം നിർത്തേണ്ട അവസ്ഥയായി. അപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി കിട്ടി, ഒരു ഓട്ടോമൊബൈൽ ആൻസിലറി യൂണിറ്റ് ഫരീദാബാദ് എന്ന് പറയുന്നത് ഹരിയാന, അവിടെ ഒരു ജോലി കിട്ടുന്നു. ഞാൻ അവിടേക്ക് പോകുന്നു. അതോടുകൂടി വീടുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും മാറി അവിടെ പോയി കുടിയേറുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അവർ തന്നെ അവരുടെ മറ്റൊരു യൂണിറ്റ് നോയിഡയിലുള്ള എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഈ IIT ബോംബെയിൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്നുള്ള ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇതെനിക്ക് അറിയില്ലായിരുന്നു, കാരണം അന്ന് ഇൻ്റർനെറ്റ് ഇല്ല നമ്മളൊക്കെ പഠിക്കുന്ന സമയം. വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളോ അങ്ങനെയൊന്നും വായിച്ചില്ല. എവിടെയോ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈൻ പഠനമുണ്ട് എന്നറിയാം. അപ്പോൾ ഡൽഹി ചെന്നപ്പോഴാണ് ഇത് മനസ്സിലാവണത്, ഇങ്ങനെ ഒരു ഇതുണ്ട്. പറഞ്ഞാൽ ഇതിൽ പോകണം എന്നുള്ളൊരു ആവേശമായി അതിൻ്റെ എൻട്രൻസ് എഴുതി. ആൾ ഇന്ത്യ എൻട്രൻസിൽ 15 പേർക്ക് സെലക്ഷൻ കിട്ടും. അതിലൊരാളായിട്ട് എനിക്കവിടെ സെലക്ഷൻ കിട്ടുന്നു. 2 വർഷം പൂർണ്ണമായി പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ അന്നേ വരെ ഞാൻ അതുപോലെ പഠിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ SFI ഉണ്ടായിരുന്നില്ല. SFI ആലോചിക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള സമയമില്ല. നമുക്കിപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും അറിയേണ്ടത് ഈ പിതാവിൻ്റെയും ഒപ്പം ജ്യേഷ്ഠൻ കഴിഞ്ഞ ടൈം വരെയും MB ആയിരുന്നു. ആ കാലഘട്ടം വരെയും സ്വാഭാവികമായി ആ സമയം ഇടതുപക്ഷമായി തന്നെ നിൽക്കുകയായിരുന്നു. ആ സമയങ്ങളിൽ, അതായത് A. സമ്പത്ത് MB ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഇടതുപക്ഷത്തോട് ഡിറ്റാച്ച് ചെയ്ത് മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. A. സമ്പത്ത് ആദ്യമായിട്ട് MB ആകുന്നത് ഞാൻ IIT ബോംബെയിൽ അതിൻ്റെ ഫൈനൽ സെമിസ്റ്റർ ആ സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. വിപ്രോയുടെ ലൈറ്റിംഗ് ഡിവിഷൻ ഔറംഗാബാദിലേക്ക് പോസ്റ്റിംഗ് ആയി. മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയ്ക്കകത്ത് ഇടതുപക്ഷമൊന്നുമില്ല. അവിടെ പോയി നമുക്ക് പ്രവർത്തിക്കാനും പറ്റില്ല. നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം, കമ്പനിക്കകത്ത് കൂട്ടുകാരുടെ അടുത്ത് പറയാമെന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രവർത്തനവും അവിടെ ഇടതുപക്ഷമൊന്നും നടക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പലരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങി. നമുക്കെപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടേ പറയുന്ന ഒരു യൂസേജ് ഉണ്ടല്ലോ, പൊട്ടക്കിണറ്റിനകത്തെ തവള, അത് പുറം ലോകം കണ്ടിട്ടില്ല. അപ്പോൾ ഈ നമ്മളെ ചുറ്റുപാട്, നമ്മൾ സ്ഥിരം സമ്പർക്കമുള്ളവർ, പൊതുവേ ഒരു രാഷ്ട്രീയ സ്ട്രോങ് ആയിട്ടുള്ളൊരു സമ്പർക്കമാകുമ്പോൾ ഒരിക്കലും ഒരു മാർക്സിസ്റ്റുകാരൻ്റെ വീട്ടുകാർ ഒരു കോൺഗ്രസ്സുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു BJP-കാരനായിട്ടോ അടുപ്പം വയ്ക്കാറില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് മുഴുക്കയും നമുക്ക് ഇങ്ങനെയുള്ള ന്യൂസുകളും ഇങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള സംസാരമേ നടക്കൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി എന്ന് മാത്രമല്ല, എൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് ഔറംഗാബാദിൽ ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങളുടെ മാനുഫാക്ചറിങ് നടത്തുന്നത് ബോംബെയിലാണ്. അപ്പോൾ അന്ന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് റിസർവ്ഡ് ആണ് ലൈറ്റിംഗ് പ്രോഡക്ട്സ്. ഒരു കാരണവശാലും വലിയ കമ്പനികൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിലിപ്സ് ആയാലും ശരി, ബജാജ് ആയാലും ശരി, വിപ്രോ ആയാലും ശരി, ക്രോംപ്ടൺ ആയാലും ഇതെല്ലാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തേ ഉണ്ടാക്കാവൂ, ബ്രാൻഡ് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ അവിടെ പോവുക. അവിടുത്തെ ബോംബെയിലെ ചാൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇന്ന് പറയുന്ന നമ്മുടെ സാനിറ്റേഷൻ ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ല. അന്ന് ഈ ചെളിവെള്ളം തറയിൽ കെട്ടിക്കിടക്കും, ഇതിനിടയിലുള്ള കുടിലുകൾ, ഇതിനിടയിലുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അവരെ കൂടെ ഇരുന്ന് അവരെ കൊണ്ട് ബെറ്റർ മാനുഫാക്ചറിങ് സംഗതികൾ പഠിപ്പിച്ച് ഇതൊക്കെ എടുക്കുക. ഇതൊക്കെ വഴി നമ്മൾ ഈ മനുഷ്യരുടെ താഴെ തട്ടുമായിട്ട് ഭയങ്കര ഒരു ബന്ധം, ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കും. ഇപ്പോഴാണോ സ്വാധീനം, ഈ ഒരു ഇടതുപക്ഷത്തിൽ നിന്നുള്ള സ്വാധീനം മാറുകയും ഒരു ഒന്നും അല്ല എന്നപ്പോഴും മനസ്സിലായി. നമ്മൾ ഈ പറയുന്ന നല്ല നാളെയൊന്നും ഒരിക്കലും വരാൻ പോണില്ലെന്ന് മനസ്സിലായി. മനുഷ്യൻ അധ്വാനിച്ചാലേ നല്ലൊരു നാളെ ഉണ്ടാക്കും, അല്ലാതെ ലോകത്തിന് മുഴുവൻ നല്ല നാളെ ഉണ്ടാകും. ദൈവവിശ്വാസം ഉണ്ടായിരുന്നു? ഒട്ടുമില്ലായിരുന്നു. ദൈവവിശ്വാസവും എല്ലാം വരുന്നത് കേരളം വിട്ടുപോയപ്പോൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്. കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോഴേ അനിരുദ്ധൻ സഖാവിൻ്റെ മകനെന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിലയില്ല. മനസ്സിലായില്ലേ? ഈ പഠിക്കുന്ന സമയത്തും ചേട്ടൻ MP ആയെങ്കിലും ആരും അറിഞ്ഞിട്ടില്ല ചേട്ടൻ MP ആണ്, അച്ഛൻ പഴയ MP ആണ്. ഈ പ്രതാപമൊന്നും ഇല്ലാതെ ഒരു സാധാരണ ജന്തുവായിട്ടാണ് അവിടെ ജീവിച്ചത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈശ്വരനാണ്.
സ്വാഭാവികമായി എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഈ ഒറ്റയടിക്ക് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പദവിയിലേക്ക്, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് എത്തില്ല. സ്വാഭാവികമായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഈ സമീപകാലങ്ങളിൽ ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്ത പല പ്രവർത്തനങ്ങളും, ഒരുപക്ഷെ ശബരിമല പ്രക്ഷോഭ സമയത്തിലടക്കം, ആ സമയങ്ങളിലെല്ലാം എന്ത് നിലപാടായിരുന്നു? ശബരിമല പ്രക്ഷോഭ സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് അതിൻ്റെ കൂടെ നിന്നതാണ്. അന്ന് ഹിന്ദു ഐക്യവേദിക്കാരോ RSSകാരോ മാത്രമല്ല പ്രക്ഷോഭത്തിൽ ഇറങ്ങിയത്. അന്ന് കേരളത്തിൽ വളരെ സംഘടിതമായ പല അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്നും ഹിന്ദുക്കൾ സംഘടിച്ചതിലേക്ക് വന്ന ഒരു സമയമാണ്. പല വീട്ടുകാരും അന്നേ വരെ ഒരു പ്രക്ഷോഭത്തിലും ഇറങ്ങാത്തവർ ആ പ്രക്ഷോഭത്തിൽ ഇറങ്ങി. അത് കേരളം മുഴുവൻ കണ്ടതാണ്. പക്ഷേ അതിൽ വളരെ സജീവമായിട്ട് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതിനു മുമ്പ് തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ ഒരു കോടതി ഇൻ്റർവെൻഷൻ സമയത്ത് അതിനെ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളൊരു നിലപാട് വന്ന സമയത്ത് അതിനെതിരെയുള്ള നിലപാടിലും വളരെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റി. അത് ആ പ്രക്ഷോഭം മാത്രമല്ല, അവിടെ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളിലും അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള വർക്ക്, അതിൽ പലതും വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വിത്ത് ഫുൾ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ഓഫ് മൈ വൈഫ് ആൻഡ് മീ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. വാതിൽ തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് സമ്പത്തിൻ്റെ വീടാണ്. അദ്ദേഹവുമായിട്ട് നിരന്തരം കോൺടാക്ട് എന്തായാലും ഉണ്ടാകും. സ്വാഭാവികമായി എപ്പോഴെങ്കിലും തിരുത്താൻ, അല്ലെങ്കിൽ ഈ അങ്ങനെ പോകരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങോട്ട് തിരുത്തിയാൽ ഞാൻ അങ്ങോട്ട് തിരുത്തുമെന്ന് അദ്ദേഹത്തിനും അറിയാം. പിന്നെ ഇതൊരു ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് സ്ട്രോങ് ബേസിൽ നിൽക്കുകയാണിത് രണ്ടുപേരും. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വർഷം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച പാരമ്പര്യം, ആ പാർട്ടിയിൽ തന്നെ ആദ്യം കൗൺസിലർ ആവുന്നു, അത് കഴിഞ്ഞ് 3 പ്രാവശ്യം MP ആവുന്നു, അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കുന്നു, അതിൽ തോറ്റുപോകുന്നു. പക്ഷേ ഇത്രയും എല്ലാം ചെയ്ത ഒരു പാർട്ടിയെ അദ്ദേഹത്തിന് പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഞാൻ ഒരു സത്യം പറയാം, ഇന്ന് ഞാൻ പുറത്തിറങ്ങിയാൽ നമ്മൾ ഈ ഹിന്ദു പരിവാർ, ഈ സംഘപരിവാർ സംഘടനകൾക്കകത്തല്ലാതെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പലരും എന്നെ വിളിക്കുന്നത് സഖാവെന്നാണ്. മനസ്സിലായില്ലേ? ആ ഒരു സംഗതി എനിക്കുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം വിളിക്കുന്നത് ഇഷ്ടമാണോ? എനിക്കതിനോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. കാരണം സഖാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ വെറുക്കില്ല. ഇതറിയാത്തവരാണ് പലരും ഈ സഖാവ് എന്നുള്ള മേൽക്കോയ്മ എടുത്ത് വയ്ക്കുന്നത്. സഖാവ് എന്ന് പറഞ്ഞാൽ എന്നും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് രാവായാലും പകലായാലും ഏതൊരു അത്യാവശ്യത്തിനും നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ഒരിക്കലും തഴയാത്ത. അതുകൊണ്ട് ഇതൊരു ഈശ്വരൻ്റെ പേരാണ് സഖാവ്. സഖ എന്നുള്ള വാക്ക് തന്നെ ഹിന്ദു മതത്തിൽ നിന്ന് വന്നതാണ്, ഹിന്ദു ശാസ്ത്രത്തിലുള്ളതാണ് സഖ. അപ്പോൾ ആ വാക്കിനെയാണ് ഈ സഖാവ് എന്നെടുത്ത് ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ ചായ്വ് സ്വാഭാവികമായി ഹിന്ദു ഐക്യവേദി ഒരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ ചായ്വ് BJPയോടാണ് എന്നുള്ളത് വസ്തുതയാണ്. അത്തരത്തിൽ BJP ചായ്വ് ഈ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? BJP വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? BJP ഞാനങ്ങനെ ഒരു സ്ട്രോങ് പാർട്ടി വോട്ടറല്ല. ഞാൻ ഈ കോളേജ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോൾ ഞാൻ ആർക്ക് വോട്ട് ചെയ്തു എന്ന് സ്വതന്ത്ര നിയമവിരുദ്ധമാണ്. ഞാനത് പറയാൻ പാടില്ല. പക്ഷേ ഈ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ ഇന്ന് കാണുന്ന എക്കണോമിക്കൽ പ്രോഗ്രസ്സിൽ വിശ്വാസമുണ്ട്. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നേക്കാൾ നന്നായി കമ്മിറ്റഡായിട്ട്, എന്നേക്കാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നേതാവ്. കാരണം ഞാനൊരു ഹാർഡ് വർക്കറാണ്, ഞാനൊരു ഹൈലി കമ്മിറ്റഡ് വർക്കറാണ് ഏത് പ്രവൃത്തിയിലായാലും. അപ്പോൾ ഇത്രയും മണിക്കൂർ ഒരു മനുഷ്യൻ ബാക്കിയെല്ലാം ത്യജിച്ചിട്ട് ഈ രാജ്യം മാത്രം എന്നുള്ളൊരു ശരണത്തോടുകൂടി പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഉയർച്ചയും അതിൽ അഭിമാനമുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം, ഇപ്പോൾ തിരുവനന്തപുരം സംസ്ഥാന BJP അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തു. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ചുമതല ഏൽക്കുന്നത് എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു വലിയൊരു വ്യത്യാസമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോണത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ, കേരള രാഷ്ട്രീയം ഒന്ന് എടുത്ത് പറയാൻ കാരണം, നരേന്ദ്രമോദിജി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഏത് ഫാമിലിയിൽ നിന്ന് വന്നതാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി എന്താണ്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴും എങ്ങനെ ജീവിക്കുന്നു, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് അദ്ദേഹം പൊങ്ങി വന്ന്, എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന താഴെ തട്ടിൽ നിന്ന് ഉയർത്തിയെടുക്കണം എന്ന് പറയുന്ന സിദ്ധാന്തം പറയുന്ന ഇടതുപക്ഷത്തിൽ ഇല്ലാത്ത ഒരു ഭയങ്കരമായ വളർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ നാഷണൽ ലെവൽ ലീഡർ ഓർ ആസ് ആൻ ഇൻ്റർനാഷണൽ അഡ്മയറിങ് പേഴ്സണാലിറ്റി എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചേർന്നത്. അത് ഒരു സൈഡ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഒന്ന് നോക്കിയേ, നിതിൻ ഗഡ്കരി. ആരാ അദ്ദേഹം? ഫ്രം ദ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്? നമ്മുടെ ഈതയിൽ ആൽക്കഹോൾ വെച്ച് പെട്രോളിൻ്റെ കൺസംഷൻ കുറയ്ക്കാം. അപ്പോൾ അത് എവിടെ നിന്ന് ചെയ്യണം? ഇനി വേറൊരു സംഗതി അറിയാമോ? മുടി വെട്ടിക്കളയും. മനുഷ്യരുടെ മാത്രമല്ല, നമ്മുടെ ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ മുടി,
ഇതിനെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അമിനോ ആസിഡ് ഉണ്ടാക്കാം. ഇത് കൊണ്ടു കൊടുക്കുന്ന പിള്ളേർക്ക് 10 രൂപ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിനിസ്റ്റർ, അദ്ദേഹം നമ്മുടെ നാഷണൽ ഹൈവേ അതിൻ്റെ കൺട്രോളിൽ വന്നപ്പോൾ നമ്മളെ രാജ്യത്തുണ്ടായ നാഷണൽ ഹൈവേയുടെ വികസനം നമ്മൾ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. റെയിൽവേക്ക് നടക്കുന്ന വികസനം, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ചെയ്യുന്ന പ്രവൃത്തി, ഇത് എല്ലാം ഓരോ ഇതിൻ്റെയും അങ്ങേ അറ്റത്തെ ആൾക്കാരെ, അതിൻ്റെ പ്രൊഫഷണൽസിനെ, നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. രാജീവ് ചന്ദ്രശേഖരൻ BJPയിൽ മാറ്റമുണ്ടാക്കുമോ എന്ന് കരുതുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ, ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് വർക്കിംഗ്, വളരെ ഡിസിപ്ലിൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് വേ ഓഫ് വർക്കിംഗ്, ഇത് ഒരു സാധാരണ കേരള പൊളിറ്റീഷ്യന് ഇല്ലാത്തതാണ്. ഒരു കാര്യം കൂടി, സ്വാഭാവികമായി ഇനി നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ നേതൃത്വം നൽകേണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളാണ്. എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞോ? ഏതെങ്കിലും വിഷയങ്ങൾ അടിയന്തരമായി ഇടപെടേണ്ട വിഷയങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടോ? ഇല്ല, ഹിന്ദു ഐക്യവേദിയുടെ ഒന്ന് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ, ഏപ്രിൽ മാസത്തിൽ ആദ്യവാരം. പിന്നെ ഇത് എൻ്റെ ഏകപക്ഷീയമായ തീരുമാനമല്ല. ഇത് ഞാൻ അതിൻ്റെ അധ്യക്ഷനാണ്. ഇതിനൊരു ജില്ലാ സമിതിയുണ്ട്, അതിന് 2 ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഇതിനൊരു സംസ്ഥാന നേതൃത്വമുണ്ട്. ഇതിൽ ഞങ്ങൾ ആലോചിച്ച് എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് തീരുമാനിക്കേണ്ടതുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമോ ഒറ്റയ്ക്ക് എടുക്കുന്ന പ്രഖ്യാപനങ്ങളോ അല്ല. എന്തായാലും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ചുമതല നൽകുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിലവിലുള്ള ഭാരവാഹികൾ നൽകിയിട്ടുണ്ടോ, തുറന്നു പറയാൻ കഴിയുന്നതാണെങ്കിൽ? അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളില്ല. ഇതിന് ചില പ്രത്യേക റോളുണ്ട്. ഒന്ന്, ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല, ഇതൊരു ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയുള്ള വേദിയല്ല, അതിനുവേണ്ടിയുള്ള പ്രവർത്തനമല്ല. ഹിന്ദു ഐക്യവേദിയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിൽ, പ്രത്യേകിച്ചും എല്ലാ കുടുംബങ്ങളിലും ആ കുടുംബ സുസ്ഥിരത, ആ കുടുംബത്തിലെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്, അവരുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെ ഉള്ളതിനെല്ലാം ഒന്ന് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. ആ സമൂഹത്തിൻ്റെ ഉയർച്ച ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായൊരു കാര്യം കൂടി, സ്വാഭാവികമായി ഈ ചുമതലയേറ്റ ശേഷം സമ്പത്ത് ജ്യേഷ്ഠനെ കണ്ടിട്ട് എന്തെങ്കിലും സംസാരിച്ചു? കാണാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഗുരുവായൂർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമായി വിളിച്ച ഫോൺ കോള് എൻ്റെ ജ്യേഷ്ഠനെ തന്നെയാണ്. ഞാൻ ഈ കാര്യം അറിയിച്ചു. എന്തായാലും വളരെ നന്ദി. എന്തായാലും സംഘടനാ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സംഘടനാ രംഗത്തേക്ക് ഇറങ്ങുകയാണ് കസ്തൂരി അനിരുദ്ധൻ.